السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. கிணத்து கூறிய ஹஜரத்மார்கள் மற்ற முத்தாலிமானவர்களே, இந்த சந்தர்ப்பத்தில் இஸ்லாத்தின் சுகாதார பாடங்கள் என்ற தலைப்பில் உங்களுடன் கலந்துரையாடுகிறேன். ஆரோக்கியமான வாழ்க்கைக்கு தனிப்பட்டு மற்றும் சமூக சுகாதாரம் மிகவும் அவசியம். இஸ்லாம் தூய்மைக்கு முக்கியத்துவம் கொடுக்கும் மதம். ஒரு முஸ்லிம் ஒரு நாளைக்கு 5 முறை தொழுவதற்கு முன் முற்றிலும் சுத்தமாக இருப்பது அவசியம். மேலும் தினமும் குளிப்பதும் உடலில் இருந்த நகங்கள் முடிகள் போன்றவற்றை வெவ்வேறு இடைவேளைகளால் அகற்றுவதும் இஸ்லாத்தின் படிப்பினைகளில் அடங்கும். மேலும் கழிப்பறை ஒழுக்கங்கள் மற்றும் உணவு ஒழுக்கங்கள் ஆகியவை முக்கியமானவை. இவைகள் தனிப்பட்ட ஒழுக்க முறையில் மட்டுமல்லாமல் ഇസ്ലാത്തിൻ മുഴുമയെ ചൂണ്ടിക്കാട്ടുகின்றன. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിലെ ആരോഗ്യ പാഠങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംവദിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതത്തിന് വൈയക്തികവും സാമൂഹ്യപരവുമായ ശുചിത്വം ഏറെ അനിവാര്യമാണ്. ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൈനംദിന ജീവിതത്തിൽ 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി പൂർണ്ണമായ ശുചിത്വം അവന് അനിവാര്യമാണ്. അതുപോലെ തന്നെ ദിനേന കുളിക്കലും വ്യത്യസ്ത ഇടവേളകളിൽ ശരീരത്തിലെ ആവശ്യമില്ലാത്ത നഖം, മുടി പോലെയുള്ള വസ്തുക്കളെ നീക്കം ചെയ്യലും ഇസ്ലാം പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കുന്നു. കൂടാതെ ശൗചാലയ നിയമങ്ങളും ഭോജനത്തിലെ നിയമങ്ങളും പ്രത്യേകം ഇസ്ലാം എടുത്തു കാട്ടുന്നുണ്ട്. ഇത് കേവലം ഒരു ശുചിത്വം പഠിപ്പിക്കുക എന്നതിനുപരി ഇസ്ലാമിന്റെ പൂർണ്ണതയെ കൂടി നമ്മെ മനസ്സിലാക്കി തരും. பாதுகாப்பான உணவு பழக்கத்தை இஸ்லாம் ஊக்குவிக்கிறது. சுத்தமான உணவு மட்டுமே அனுமதிக்கப்படுகிறது. நிஜீஸானதும் மற்றும் அறுக்கப்படாமல் இறந்ததின் மாமிசம் தடை செய்யப்பட்டுள்ளது. சுத்தமானவற்றிலும் கூட மனித உடலுக்கு விளைவு ஏற்படுத்துகின்ற உணவுகளையும் இஸ்லாம் தடை செய்யப்பட்டுள்ளது. இதேபோல் நெறிமுறை தூய்மையையும் அவசியம். திருட்டு, பிடிப்பு போன்ற ஒழுக்கக்கேடான செயல்கள் மூலம் கிடைக்கும் உணவுகளையும் இஸ்லாம் തടയ ചെയ്യപ്പെട്ടുള്ളത്. സുരക്ഷിതമായ ഭക്ഷണശീലമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. മലിനമായതോ ചത്തതോ ആയ ഭക്ഷണങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം അനുവദിക്കുന്നതായ ഭക്ഷണങ്ങൾ മുസ്ലിമിന് വളരെയധികം പോഷകവുമാണ്. അതോടൊപ്പം തന്നെ ശുദ്ധമാണവയിൽ തന്നെ മനുഷ്യന്റെ ശരീരത്തിന് നല്ലതല്ലാത്ത ഭക്ഷണത്തെ തൊട്ട് ഇസ്ലാം പ്രത്യേകം വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. ഇത് മനുഷ്യന്റെ ജീവിതത്തിനും അവന്റെ ശാരീരിക നന്മയ്ക്കും ഇസ്ലാം പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമാണ്. அல்லாஹ் சுப்ஹானஹு வ தஆலா குர்ஆனில் கூறுகிறான், சாப்பிடுங்கள் மற்றும் குடிக்கவும், ஆனால் அதை மிகைப்படுத்தாதீர்கள். அது உடல்நல பிரச்சனைகளுக்கு மேலதிகமாக காரணமாகும். பெரிய ஜைனுத்தீன் மக்தூம் அவர்கள் தங்களுடைய கிதாபுல் அதிகியாவில் இதை சத்தியம் செய்கிறார்.
അല്ലാഹു ഖുർആനിൽ പറയുന്നു, കുടിച്ചോളൂ, ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ, പക്ഷേ അതിനെ അമിതമാക്കരുത്. യഥാർത്ഥത്തിൽ അമിത ഭോജനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മീയമായ വളർച്ചയെ കൂടി ഇല്ലാതാക്കുന്നതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ അദ്കിയായിൽ ഈ അമിതമായ ഭോജനത്തെ പറ്റി പറയുന്നുണ്ട്. எனவே ഇസ്ലാത്തിൽ കടമയാക്കപ്പെട്ട സുന്നാ നോമ്പുകൾ ആകിയവയെ ഉണ്മയാലും ആരോഗ്യமான வாழ்க்கைக்கு ബാധിക്കപ്പെടുகிறது. ഇസ്ലാം പഠിപ്പിക്കുന്ന നോമ്പ് വ്യത്യസ്ത ഇടവേളകളിലുള്ള ഫർദും സുന്നത്തുമായ നോമ്പുകൾ യഥാർത്ഥ ആരോഗ്യ സപ്ലിമെന്റുകളാണ്. കൂടാതെ പുതിയ കാലത്തെ ആരോഗ്യ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ മുന്നേ നാം ശീലിച്ച ഒരു രീതിയുടെ പുനരാവിഷ്കാരമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. இவ்வளவு மட்டும் பேச்சு என் பேச்சை நான் நிப்பாட்டிக் கொள்கிறேன். வாஹர் தாவானா வலில் அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி தஆலா வபரகாத்துஹு.